എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നെജിലയുടെ ചില കാര്യങ്ങൾ പറയാനായിട്ടാണ്. ഇന്നലത്തതോടുകൂടി അത് നിർത്തിയെന്ന് വിചാരിച്ചാണ്. കാരണം നെജിലയ്ക്കെതിരെ 2 വീഡിയോ, എതിരെയൊന്നുമല്ല, സപ്പോർട്ടായിട്ട് തന്നെയാണ് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അവരെക്കുറിച്ചിട്ടൊരു വീഡിയോ മൂന്നാമത് ചെയ്യില്ല എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അവരുടെ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായത്. അത് കണ്ടപ്പോൾ തോന്നി പറയാനുള്ള ചില കാര്യങ്ങൾ അവരോട് പറയണം എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു സമയത്ത് ഒരു വീഡിയോയുമായിട്ട് വന്നത്. എന്ന് വെച്ചാൽ നെജിലയോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ദേഷ്യമോ പരിഭവമോ ഒന്നുമില്ല. ഞാൻ ശരിക്കും നേരത്തെയുള്ള വീഡിയോകളിൽ പോലും അവരെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് വീഡിയോ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ കൂടി അവരോട് പറയണം എന്ന് തോന്നി. അവരെൻ്റെ ഈ വീഡിയോ കാണുമോ എന്നൊന്നും അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങളൊന്ന് സബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ വായിച്ച് നോക്കുന്നതായിരിക്കും. അതിന് മറുപടിയും ഞാൻ ഇടുന്നതായിരിക്കും. അത് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയാവുന്ന ഒരു കാര്യം തന്നെയാകുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കാണാം. ഒന്നിനും കമൻറ്റോ റിപ്ലൈയോ ഒന്നും കൊടുക്കാതിരുന്നപ്പോഴത്തേക്ക് ജോലിയിലാണ് ടീംപാലും ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരു വീഡിയോയുടെ ഇത് കൊണ്ടിട്ട് ലിങ്ക് ഇട്ടേക്കണം. ഞാൻ തുറന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇത്രയും നാളും തിരിഞ്ഞു നോക്കാത്ത ഒരു ഇത് റീച്ചിന് വേണ്ടി എന്തും കാട്ടിക്കൂട്ടുന്ന ഒരു വിഭാഗത്ത് ഉണ്ട്. സ്വന്തം റീച്ചില്ലെങ്കിൽ, സ്വന്തം കണ്ടന്റ് ഇല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കാര്യം പറയേ, ചട്ടിയും കരവും വേവിക്കുന്ന കാര്യം പറയും, അല്ലെങ്കിൽ ബാക്കി കാര്യം പറയും. അല്ലാതെ കുട്ടികളെ കാര്യം ഇട്ടിട്ടില്ല. എൻ്റെ കുട്ടികൾക്ക് എനിക്കറിയാം, എൻ്റെ മസർ മോൾക്ക് അറിയാം. ഏത് സ്കൂളിലാണ് മസർ മോൾ പഠിക്കണേന്ന് അറിയാമോ? അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കണേന്ന് അറിയാമോ? ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കണം. വെറുതെ നിങ്ങൾ വായി തോന്നിയ നട്ടലില്ലാത്ത നാവ് കൊണ്ട്, എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും പറയാന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ മക്കളെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. എൻ്റെ സാഹചര്യം, എൻ്റെ ജീവിതം ഞാൻ നിങ്ങളെ മുമ്പ് കാട്ടിത്തന്ന എനിക്ക് എന്ത് ഉപയോഗം? നിങ്ങൾക്ക് ഹാപ്പി, ഞാൻ സാഡ്. അത് കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അങ്ങനെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനോ കാണാനോ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കേണ്ട. അത് തന്നെയാണ് നല്ലത്. പിന്നെയെന്ന് വെച്ചാൽ നട്ടലില്ലാത്ത നാവ് കൊണ്ട് ആരും മറ്റെന്തെങ്കിലും പറയും. ശരിയാണ്, നട്ടലില്ലാത്ത നാവ് തന്നെയാണ്. പലരും പലതും പറയും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം മൈൻഡ് ചെയ്യാതെ മതി. മൈൻഡ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. പിന്നീട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീഡിയോ ആരും എടുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. കണ്ടൻറ്റിന് വേണ്ടിയിട്ട് എടുക്കല്. വീട്ടിലെ ചട്ടിയുടെയും കലത്തിനെയും കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറയുന്നു. എൻ്റെ പൊന്ന് നെജില, തന്നെ ഷാജി ആക്രമിച്ചു എന്ന് പറഞ്ഞ് താൻ നിലയും വിളിച്ചൊരു വീഡിയോ ഇട്ടതിനെ പറ്റി ഓർമ്മയുണ്ടോ തനിക്ക്? ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ചിട്ട് നല്ല ഓർമ്മയുണ്ട്. കരഞ്ഞിട്ട് നാളെ നേരം വിളിക്കുമ്പോൾ ഇതുപോലെ എൻ്റെ ചാനൽ ഷാജി എൻ്റെ ചാനലിൽ റിപ്പോർട്ടടിച്ച് നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് കരഞ്ഞൊരു വ്യക്തിയാണ് താൻ. അന്ന് താൻ വെറും നിസ്സഹായ അവസ്ഥയിലായിരുന്നു. അതുപോലെ ഓരോ തവണയും ഓരോരുത്തരോടായിട്ട് സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ആ ആളാണോ പറയുന്നത് തനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഈ പറയും പോലെ ഷാജിയെ വിമർശിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു? അത്തരത്തിലുള്ള ആളുകളോടാണോ താനിപ്പോൾ ആവശ്യപ്പെടുന്നത് സ്വന്തമായിട്ട് കണ്ടൻറ്റ് തപ്പിക്കൂടെ, വീട്ടിലെ ചട്ടിയും കലത്തിനെയും പറ്റി വീഡിയോ ചെയ്തൂടെ എന്നൊക്കെ പറയുന്നത്? എന്താടോ പറയുന്നതിനൊക്കെ ഒരു മര്യാദയൊക്കെ വേണ്ടേ? എടോ, എപ്പോഴും എല്ലാവർക്കും ഒരേ അവസ്ഥ ആയിരിക്കണമെന്നില്ല. ഈ പറയുന്ന യൂട്യൂബേഴ്സ് തന്നെ നിനക്ക് നാളെ ഒരു വിഷയം വന്നാലും അവർ വീഡിയോ ചെയ്യും, അവരിടപെടും. അതാദ്യം മനസ്സിലാക്കൂ. നിങ്ങൾക്കൊക്കെ ഒരു ആപത്ത് അല്ലെങ്കിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, നിങ്ങളെയൊക്കെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരു വലിയ ന്യൂസ് ചാനലുകളും മുന്നോട്ട് വരില്ല. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണ റിയാക്ഷൻ വീഡിയോ ചാനലുകാർ മാത്രമേ ആരും ക്ഷണിക്കാതെ തന്നെ വലിഞ്ഞു കയറി വന്ന് നിങ്ങളുടെയൊക്കെ കാര്യങ്ങളിലേക്ക് ഇടപെടത്തുള്ളൂ. അല്ലാതെ ഒരു സാധാരണ യൂട്യൂബറിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്ന് കരുതിയിട്ട് മറുനാടൻ മലയാളിയോ അതുപോലെ തന്നെ 24-ൻ്റെ ന്യൂസ് ചാനലോ മാതൃഭൂമിയോ മലയാള മനോരമയോ അവരാരും ഓടിക്കൊണ്ട് വരില്ല സാധാരണപ്പെട്ട ഒരു കാര്യത്തിനൊന്നും. ആ സാധാരണപ്പെട്ട കാര്യങ്ങളിൽ പോലും ഇടപെടാൻ വരുന്നത് നമ്മളെപ്പോലുള്ള കുഞ്ഞു വീഡിയോ, അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലുകാരാണെന്നുള്ള കാര്യം മോള് മറക്കാതിരിക്കുക കേട്ടോ. പിന്നെ ആരെയും പോരാ
എപ്പോഴും ഔറത്ത് ജോലിയുടെ ഇടയിൽ ഔറത്ത് മറച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. റബ്ബിന്റെ പൊരുത്തവും കാരുണ്യം കൊണ്ട് ഇവിടം വരെ എത്തി. കൊറോണ വന്നു, അതിനുശേഷം പ്രഗ്നൻസി കാലത്ത് കൊറോണ വന്നു, ഒരുപാട് അനുഭവിച്ചു. ബാക്കി കാര്യം അൽഹംദുലില്ലാ റാഹത്താണ്, വീടായി. ഇനിയിപ്പോ എന്തായാലും അടിസ്ഥാനത്തിന്റെ കല്ല് വേണോ, കൊണ്ടൊക്കെ എടുത്തിട്ട് വെക്കോ. പിന്നെ കേസ് അസ്രമോൾക്കല്ലേ, മുത്തുമോനിക്കല്ലേ, വിച്ചുമോനിക്കല്ലേ. ഒരു കുട്ടി ബിഹേവിയറുള്ള ഒരു കുട്ടി കയ്യിലിരിക്കുമ്പോൾ തെറാപ്പിക്ക് പോകുമ്പോൾ ഒരു ബിഹേവിയറുള്ള കുട്ടിക്കല്ല ആദ്യം കിട്ടുന്നത്. ഉമ്മാക്കാണ് ക്ലാസ്. ഒരു കുട്ടിയെ ഉപദ്രവിക്കരുത് കാര്യം. അവനെ ഞാൻ പെൻസിൽ പിടിക്കാത്ത അവനെ ഞാൻ പെൻസിൽ പിടിപ്പിച്ച് പെർഫെക്റ്റ് ആയിട്ട് എന്റെ കയ്യിൽ കൊണ്ട് നടക്കുന്നു. എന്റെ കൂടെ കൊണ്ട് നടക്കുന്നു, സുഖത്തിലും ദുഃഖത്തിലും കൂടെ കൊണ്ട് നടക്കുന്നു. അതാണ് ഉമ്മ. അല്ലാതെ അണിഞ്ഞൊരുങ്ങി ആ പറഞ്ഞതിന് അത്രയും പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി തരാതിരിക്കുന്നതിൽ അർത്ഥമില്ല. എന്താ മോള് പറഞ്ഞത്? വീടൊക്കെ ഒരുപാട് സഹോദരങ്ങൾ ഹെൽപ്പ് ചെയ്ത് തന്നെയാണ് ഇവർ ഇത്രയും നല്ലൊരു വീട് വെച്ചത്. എന്നിട്ട് വിമർശിക്കുന്നവർ പലതും പറഞ്ഞ് വിമർശിക്കും. ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളെ വിമർശിക്കുന്നവരെ നിങ്ങൾക്ക് പൈസ തന്ന് സഹായിച്ചവരായിരിക്കില്ല നിങ്ങളെ വിമർശിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ ഇരുന്നിട്ട് എന്താണ്, വീടിൻ്റെ അടിസ്ഥാനമുണ്ട്, അത് വേണമെങ്കിൽ കുത്തിയെടുത്തുകൊണ്ട് പൊയ്ക്കോളൂ, എന്ത് വേണമെങ്കിലും തരാം എന്നൊക്കെയുള്ള ഈ ഒരു പറച്ചിലുണ്ടല്ലോ, എന്തടിസ്ഥാനത്തിലാണ് താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ പലരും ഇട്ട കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പലരും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന നെജില എന്ന് പറയുന്നത് ഷാജിയുടെ മറ്റൊരു നാണയത്തിൻ്റെ വശങ്ങളാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് പലരുടെയും കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും അത്ര കാര്യമാക്കിയില്ല. പക്ഷേ എൻ്റെ പൊന്നു കുട്ടി, ഇതെന്തൊരു പറച്ചിലാണ്! ഒരു വീടുണ്ടാവാൻ വേണ്ടിയിട്ട് നീ കിടന്ന് ചാനലിൽ വന്നിട്ട് ഓരോരുത്തരോടത്തായിട്ട് ദാരിദ്ര്യം പറഞ്ഞ് അപേക്ഷിച്ചതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഇത്രയും വലിയ അഹങ്കാരത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല മോളെ. കാര്യം താൻ വന്നിട്ട് അടിസ്ഥാനം വേണമെങ്കിൽ ഇളക്കി എടുത്തുകൊണ്ട് പോകൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് പൈസ തന്ന് ഹെൽപ്പ് ചെയ്തവരെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും. കാരണം തന്നെ ഈ വിമർശിക്കുന്നവരൊന്നും തനിക്ക് സഹായം തന്നവരാവില്ല. അതുകൂടി ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. എന്തും പറയാമെന്ന് വിചാരിക്കരുത്. താൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലില്ലാത്ത നാവ് വെച്ചിട്ട് എന്തും പറയാമെന്ന് കരുതരുത്. അതുകൊണ്ട് തന്നെ ആലോചിച്ചിട്ടൊക്കെ വേണം മറുപടി പറയാൻ. കാരണം താൻ ഒരാളുടെ, ഇപ്പോൾ താനായാലും ഞാനായാലും മറ്റ് പലരുടെയും സഹായങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരു ആളാണെങ്കിൽ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിച്ച് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശകലനം ചെയ്തതിന് ശേഷം പറയുന്നതായിരിക്കും നല്ലത്. പിന്നീടൊരു കാര്യമെന്ന് പറഞ്ഞാൽ, എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി, പെൻസിൽ പിടിച്ച് ശരിക്കും അറിയാൻ കഴിയാത്ത കുഞ്ഞിനെ നന്നായിട്ട് വിരൽ പിടിച്ച് എഴുതിപ്പിച്ച് പെർഫെക്റ്റ് ആക്കി എടുത്തു എന്നൊക്കെയുള്ള ആ ഒരു വാക്കുകളുണ്ടല്ലോ. എൻ്റെ മോളെ, എല്ലാവരും അങ്ങനെ തന്നെയാണ്, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണുള്ളത്. കുട്ടികൾക്ക് ഒരു വൈകല്യം വന്നു എന്ന് പറഞ്ഞിട്ട് അവരെ കളയുന്ന അമ്മമാർ വളരെ കുറവാണ്. കൂടുതൽ അമ്മമാരും അവർക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്നവരാണ്. ശരിക്കും എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, ഓട്ടിസം ബാധിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ. അവർക്കുള്ളതെന്ന് വെച്ചാൽ 2 പെൺമക്കളാണ്. അതിനെ വിവാഹം കഴിച്ചയച്ചു. പക്ഷേ മൂത്തതെന്ന് പറഞ്ഞാൽ ഈ ഓട്ടിസം പോലെ അസുഖമുള്ളൊരു കുട്ടിയാണ്. അവനെന്ന് വെച്ചാൽ പ്രായം 10-30 വയസ്സായെങ്കിലും അവന് ചെയ്യുന്ന കാര്യങ്ങളോ പ്രവർത്തിക്കുന്ന കാര്യങ്ങളോ ഒന്നും അറിയില്ല. ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ അറിയൂ. ആ പയ്യൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തൊഴിലുറപ്പിന് പോകുന്ന ഒരു അമ്മയെ എനിക്കറിയാം. അവർ കാരണം 1, 2 ഒന്നും അവനറിയില്ല. എല്ലാം കറക്റ്റ് സമയത്ത് അമ്മ പിടിച്ചുകൊണ്ട് പോയി ചെയ്യിക്കണം. എന്നിട്ട് എന്താണ്, അവൻ ഒരിടത്തിരുന്ന് ബഹളം വെച്ച് ചിരിക്കുക മാത്രമേ അവൻ ചെയ്യുള്ളൂ. ബാക്കിയൊന്നും ചെയ്യില്ല. ഭക്ഷണം വാരി കൊടുക്കണം, ഡ്രസ്സ് കഴുകി കൊടുക്കണം, അപ്പി ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് കഴുകി കൊടുക്കണം. അതുപോലെ എല്ലാ കാര്യങ്ങളും ആ അമ്മ തന്നെ നോക്കണം. അവർ മനുഷ്യരല്ലേ, അത്രയും വലിയ മോനാണ്. എന്നിട്ടും അവർ ആണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതും അമ്മയാണ്. അങ്ങനെയുള്ള ഒരു അമ്മയുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അവരും ഈ പറയുന്ന കണക്ക് കൂലിപ്പണിക്കാണ് പോകുന്നത്. തൊഴിലുറപ്പിന് പോകും, റബ്ബർ പാലെടുക്കാൻ പോകും. അങ്ങനെ അവരുടെ പേരൊന്നും ഞാനിപ്പോൾ എന്തായാലും ചാനലിൽ വന്നിട്ട് വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ എല്ലാ പണിക്കും പോകുന്നൊരു സ്ത്രീയാണ് അവർ. എന്നിട്ട് അവരുടെ 2 പെൺമക്കളെ അവർ വിവാഹം കഴിച്ചയച്ചു. അതൊക്കെ ശരിയാണ്. എന്നിട്ടും ആ കുഞ്ഞിന് ഒരു കുറവും വരുത്താതെ തന്നെ ഇത്രയും വലുതായ മകനെ അവർ സംരക്ഷിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ താൻ അത്രയേറെ കഷ്ടപ്പെടുന്നുണ്ടോ? കഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നില്ല. 3 കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് റബ്ബർ പാലെടുത്തും. താൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുഞ്ഞിനെ തോളിലിട്ടിട്ട് നൈറ്റി കച്ചവടം നടത്തിയ കഥയൊക്കെ. അതുപോലെയുള്ള അമ്മമാരൊക്കെ ഒരുപാട് പേരുണ്ട്. താൻ മാത്രമല്ല, ചിലപ്പോൾ താൻ അനുഭവിച്ചതിനേക്കാൾ ഏറെ വേദനകൾ അനുഭവിച്ച അമ്മമാരും ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി കാര്യത്തെക്കുറിച്ച് കേൾക്കാം. നടക്കുന്നു, അതാണ് ഉമ്മ. അല്ലാതെ അണിഞ്ഞൊരുങ്ങി
വായി തോന്നിയത് പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നെജിലാര കുടുംബ ചരിത്രം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമൂഹത്തിനടുത്ത് പറയാൻ പോവുകയാണ്. അല്ല, മോള് പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെപ്പോലെ ഇതുപോലെ കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നതാണ് ഉമ്മ, അല്ലാതെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് അല്ല എന്ന് പറയുന്നു. അതെന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ അണിഞ്ഞൊരുങ്ങി നടന്ന് ശീലിക്കുന്നവർ അങ്ങനെ അണിഞ്ഞൊരുങ്ങിയേ നടക്കത്തുള്ളൂ. ഞാൻ പോലും അണിഞ്ഞൊരുങ്ങിയാണ് നടക്കുന്നത് എന്ന് കരുതിയിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ അയൽപക്കത്തുള്ള സ്ത്രീകളാണോ നോക്കുന്നത്? അല്ലല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വയ്യായ്കകളോ വല്ലായ്മകളോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് നോക്കുന്നത്. അണിഞ്ഞൊരുങ്ങി നടക്കുന്ന പല സ്ത്രീകളും ഉണ്ട്, ഓട്ടിസം ബാധിച്ച പല കുട്ടികളും ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള പാരൻസ് ഉണ്ട്. അവർ എല്ലാവരും അണിയാതെയും ഒരുങ്ങാതെയും വൃത്തിയും കോലവും കെട്ട് നടക്കുമൊന്നുമല്ല. നെജിലയ്ക്ക് ഒരുങ്ങാനായിട്ട് താല്പര്യമില്ലായിരിക്കും എന്ന് കരുതിയിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നവരാരും മോശക്കാരാണെന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. അത് ശരിയല്ല. നെജില ഒരുപാട് കഷ്ടപ്പെടുന്നു. നെജില മാത്രമല്ല, ലോകത്ത് കാണുന്നതിൽ വെച്ച് ഏറ്റവും അധികം വേദന അനുഭവിച്ച് കുഞ്ഞുങ്ങളെ നോക്കുന്ന അമ്മ എന്ന് പറയുന്നത്. അതിനേക്കാൾ ഏറെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന അമ്മമാർ ലോകത്ത് ഒരുപാട് പേരുണ്ട്. പിന്നീട് പറയത്തക്ക ഒരു കാര്യമെന്ന് വെച്ചാൽ, എപ്പോഴും പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ കേൾക്കില്ല. തൻ്റെ കുഞ്ഞുങ്ങളെ ആരാണ് പറഞ്ഞതെന്ന് താൻ വ്യക്തമാക്കിയിട്ട് പറയൂ. താൻ ചാനലിൽ വന്നിട്ട് താൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ തനിക്ക് പറയാമല്ലോ തൻ്റെ കുഞ്ഞുങ്ങളെ ആരാണ് അത്രയ്ക്ക് മോശമായിട്ട് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ. എന്തായാലും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ തൻ്റെ കുഞ്ഞിനെന്നല്ല ഒരു കുഞ്ഞുങ്ങളെയും പറയാറില്ല, എനിക്കത് ഇഷ്ടമുള്ള കാര്യമില്ല. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ താൻ മാത്രമല്ലടോ, സ്വന്തം കുഞ്ഞുങ്ങളെ ആര് പറഞ്ഞാലും ഒരമ്മമാർക്ക് സഹിക്കാൻ കഴിയില്ല, ഒരമ്മമാരും അത് സഹിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ അമ്മയാണ് ഏറ്റവും വലിയ പോരാളി എന്ന് പറയുന്നത് എന്ന് കേട്ടിട്ടില്ലേ? തെറ്റിപ്പോയി മക്കളെ. കാരണം വേറൊന്നുമല്ല, ഒരു പെണ്ണിന്റെ പറഞ്ഞിട്ട് ജീവിതം പറഞ്ഞിട്ട് റീച്ച് കിട്ടിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? പിന്നെ മഫ്റൂ മോള് ചെറിയ കുട്ടിയല്ല, 9 വയസ്സുള്ള മോളാണ്. അത്രയ്ക്ക് നല്ല ശുദ്ധ ഞാൻ ചോദിക്കട്ടെ നെജിലെ, പിന്നെ എന്താണ് എൻ്റെ കാര്യം പറഞ്ഞു വേണോ നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു. ശരിക്കും പറയുകയാണെങ്കിൽ നെജില എന്ന് പറയുന്ന ഈ പറയും പോലെ മസൂറ ഫാത്തിമ എന്ന് പറയുന്ന തൻ്റെ ചാനൽ വലിയ റീച്ചൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഷാജി തന്നുമായിട്ട് സംസാരിച്ച് നിങ്ങൾ തമ്മിൽ കോർത്തപ്പോൾ ആ ഒരു വീഡിയോ വന്നതിനെ തുടർന്നല്ലേ നിൻ്റെ ചാനൽ റീച്ചായിട്ട് വന്നത്. അല്ലാതെ ഫസ്റ്റ് ടൈമിൽ തൻ്റെ ചാനൽ അത്ര റീച്ചൊന്നും ആയിരുന്നില്ല. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തൻ്റെ ആദ്യത്തെ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അതിൽ എത്ര റീച്ചാണ് ഉള്ളതെന്നുള്ള കാര്യം. അപ്പോൾ പിന്നീട് ഒരു കാര്യമെന്ന് വെച്ചാൽ എന്താണ്, താൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അത് വിട്ടുപോയി, ഒന്നുകൂടി കേൾപ്പിക്കാം. മസൂറ ഫാത്തിമയെ പറ്റി, മോളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ആ കുട്ടിയെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ 9 വയസ്സുള്ള മോളാണ്, അല്ലാണ്ട് ചെറിയ കുട്ടിയൊന്നും അല്ലെന്ന്. 9 വയസ്സുള്ള കുട്ടി ചെറിയ കുട്ടിയല്ലാതെ പിന്നെ വലിയ കുട്ടിയാവുന്നത് എങ്ങനെയാണ്? ഒരു കുട്ടി പ്രായപൂർത്തി ആവണമെന്നുണ്ടെങ്കിൽ അവൾക്ക് 18 വയസ്സ് വേണം. ഇപ്പോഴത്തെ ഭരണഘടന അനുസരിച്ച് വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ 21 വയസ്സ് പൂർത്തിയാവണം. പക്ഷേ ആരും അങ്ങനെ നോക്കാറില്ല, അത് വേറൊരു സത്യം. പിന്നീട് 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെറിയ കുട്ടികൾ തന്നെയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ പോസ്കോ എന്ന് പറയുന്ന ഒരു നടപടി എടുക്കുന്നുണ്ട്, ഒരു ശിക്ഷാവിധി, പോസ്കോ കേസാണത്. അപ്പോൾ 9 വയസ്സുള്ള തൻ്റെ മോളെന്താ അത്രയ്ക്ക് പ്രായപൂർത്തിയായ കുട്ടിയാണോ? എൻ്റെ മോള് ചെറുതല്ല, 9 വയസ്സുള്ള കുട്ടിയാണെന്ന് പറയുന്നു. ചെറിയ കുഞ്ഞ് തന്നെയാണ്. 9 വയസ്സെന്ന് പറഞ്ഞാൽ അത്ര വലിയ കുട്ടിയൊന്നുമല്ല, കുഞ്ഞു വാവയാണ്. ഒരു പൊന്നു മോളാണ്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്ന മാഷാഅല്ലാഹ്. എനിക്ക് മരിച്ചുപോയ കുട്ടിക്ക് ശേഷം അനുഗ്രഹമാണ് 4 മക്കള്. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതെന്റെ മക്കള് കാരണം തന്നെയാണ്. അത് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് ഈ മക്കളെ പറ്റിയിട്ട് വായി തോന്നി പറഞ്ഞതും സ്വന്തം കണ്ടന്റ് ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയിട്ട് കണ്ടന്റ് ഇട്. ഇനി എന്നെ ഒരു റബ്ബർ പോലെയിൽ നിൽക്കുകയാണ്, കയ്യിൽ വിലങ്ങ് വീടുമ്പം നിങ്ങളടുത്ത് പറയാം. ഈ ഡാഡ് പറയണില്ലേ, റീച്ചിന് വേണ്ടി എന്തും കാട്ടിക്കൂട്ടുമ്പം ബാക്കിയുള്ളവരെ പോലെയല്ല അധ്വാനിച്ച് ജീവിക്കുന്നത്. നമ്മുടെ കയ്യിലും തെളിവുകളും ബാക്കി കാര്യങ്ങളും ഉണ്ട്, ഒരു സ്ഥലത്തും ഉണ്ടാക്കിയിട്ടില്ല. അത്രയ്ക്ക് നല്ല രീതിയിലാണ് പഠിക്കുന്നത്. മോളെ ഉസ്താന്റെ അടുത്ത് ചോദിക്കണം, അല്ലെങ്കിൽ മോളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിക്കണം. മസൂറ ഫാത്തിമ, നിങ്ങൾ വായിത്തോന്നി പറഞ്ഞിട്ടേ, എല്ലില്ലാത്ത നാവ് കൊണ്ട് പറഞ്ഞിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല. ഞാനിപ്പോഴും അധ്വാനിച്ചിട്ട് എന്റെ വീട് കഴിയണം. വീട് ചോദിച്ചു, എനിക്ക് എല്ലാരും കൂടെ പാവപ്പെട്ടതായി എന്റെ ഈ അവസ്ഥ കണ്ട് എനിക്ക് വീടിന് വേണ്ടി സഹായിച്ചു. നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ല, വരി, ഇട്ട തെളിവും കൊണ്ട് വരി, പൈസ തിരിച്ചിട്ട് തരാം എന്ന് പറഞ്ഞു. കാരണം എന്തെന്നറിയാമോ? തന്നത് ബിസ്മിയിൽ ചൊല്ലി തന്നു, അൽഹംദുലില്ലാ പറഞ്ഞ് സ്വീകരിച്ച്. അത് ഞാനും പടച്ചോനും തമ്മിലായി. ഇന്ന് എന്റെ മക്കൾക്കൊരു
ഈ പറഞ്ഞതുണ്ടല്ലോ, ശുദ്ധ അഹങ്കാരമാണ് താൻ ഈ പറഞ്ഞത്. ഇനി എന്നെ കണ്ടം വഴി ഓടിക്കാൻ വന്നാലും എനിക്കെതിരെ പൊങ്കാല ഇട്ടാലും ഏറി കയറ്റിയാലും ശരി തന്നെ. നജില ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, തനിക്ക് പൈസ തന്നവരെ വെറുമില്ല അപ്പി ആക്കി മാറ്റുന്ന ആ ഒരു പ്രവൃത്തിയാണ് താനിപ്പോൾ പറഞ്ഞത്. ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയും. താൻ ഈ പറഞ്ഞത് തീർത്തും തോന്നിയാസമായിട്ടുള്ളൊരു വാക്കാണ്. പൈസ വേണോ, ഇട്ടവർ തെളിവും കൊണ്ട് വരൂ, ഞാൻ നിങ്ങൾക്കത് തിരിച്ചു തരാമെന്ന് പറയാൻ മാത്രം അത്രയ്ക്ക് മേൽ പൈസ ഉണ്ടോ തൻ്റെ കയ്യിൽ? അങ്ങനെ വരുന്നവർക്കൊക്കെ തിരിച്ചു കൊടുക്കാൻ മാത്രം, തെളിവും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കാൻ മാത്രം അത്രയ്ക്ക് പൈസ താൻ ശേഖരിച്ച് വച്ചിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഇത്രയധികം ചെങ്കുറപ്പോടുകൂടി സംസാരിക്കില്ലല്ലോ. ഇനി തൻ്റെ കയ്യിൽ എത്രത്തോളം പൈസ ഉണ്ടോ, ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്തോട്ടെ, എന്നാലും ഒരു കാലത്ത് ഒരു സമയത്ത് മനുഷ്യർ തന്ന പൈസ കൊണ്ടാണ് താൻ ആ ഒരു സമയത്ത് പിടിച്ചു നിന്നത്. എന്നിട്ട് ഇന്നൊരു പക്ഷേ തൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നും പറഞ്ഞിട്ട് അഹങ്കരിക്കരുത്. മനസ്സിലായില്ലേ? ഒരു കാലത്ത് ഈ പൈസ താൻ മറ്റുള്ളവരോട് ഇരന്ന് മേടിച്ച പൈസയാണ്. എന്നിട്ട് ആ പൈസ മേടിച്ച് വച്ചിട്ട് താൻ ഇന്ന് തൻ്റെ ആവശ്യങ്ങൾ നടത്തി കഴിഞ്ഞതിന് ശേഷം തൻ്റെ കയ്യിൽ പൈസ വേറെ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ തന്ന പൈസ വേണമെന്നുള്ളവർ വെല്ലുവിളിക്കുന്ന രീതിയിൽ വാ, തെളിവുകളും കൊണ്ട് വാ, ഞാൻ പൈസ തിരികെ തന്നേക്കാമെന്ന് പറയുമ്പോൾ ഷാജിക്ക് പോലും ഇല്ല മോളെ ഇത്ര അഹങ്കാരം. ഇങ്ങനെയൊന്നും അഹങ്കരിക്കരുത് കേട്ടോ. നിനക്ക് വേണ്ടിയിട്ട് വളരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ സപ്പോർട്ട് ഒരിക്കൽ ചെയ്തു, അല്ലെങ്കിൽ 2 വട്ടം ചെയ്തു, 10 വട്ടം ചെയ്താലും ഒരു തെറ്റ് കണ്ടാൽ അവിടെ നമ്മൾ വിമർശിക്കുക തന്നെ ചെയ്യും. എന്നാൽ മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ വീണ്ടും ചെയ്യാതിരിക്കൂ. എന്നാൽ ചോദിക്കും, തെറ്റ് തിരുത്താൻ താൻ ആരാ എന്ന് ചോദിക്കും. ഞാൻ ആരുമല്ല, പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. കാരണം ഞാൻ നിങ്ങളെ ഒരു തരത്തിലും അപമാനിക്കുന്നില്ല. ഞാൻ താൻ പറയുന്ന കാര്യത്തിൻ്റെ കറക്റ്റ് വശമാണ് ഞാൻ പറയുന്നത്. ഒരു മിനിറ്റ്. ഞാനും പറച്ചോനും തമ്മിലായി. ഇന്ന് എന്റെ മക്കൾക്ക് ഒരു ഉപ്പില്ലാത്ത വേദന ഞാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും പറയാൻ വേണ്ട. അതുകൊണ്ട് ഇതുവരെ ഞാൻ അധ്വാനിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഖുർആൻ പഠിപ്പിച്ചും ഇവിടം വരെ എല്ലാ കാര്യങ്ങളും ആദ്യം. അതുകൊണ്ട് ഡാഡ് ഇട്ട് നെജിലാരുടെ ജീവിതം വെച്ചിട്ട് പറയാനേ, നെജിലാരുടെ ജീവിതം നിങ്ങൾ പറയുന്ന രീതിയിൽ ഒരു ജീവിതമല്ല നെജിലാക്ക്. ഇന്ന് ഞാൻ അധ്വാനത്തിന്റെ ഇടയിൽ, കഷ്ടപ്പാടിന്റെ ഇടയിൽ ഞാൻ നിന്നിട്ട് ഈ വിയർപ്പിന്റെ ഇടയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്റെ മക്കളെ അനുഗ്രഹം, അള്ളാന്റെ അമ്മത്ത്. നിന്നെ പടച്ച റബ്ബ് തന്നെയാണ് എന്നെ പടച്ചത്. അതുകൊണ്ട് എസ്കുലേറ്ററിൽ കയറ്റിയാലും എവിടെ കയറ്റിയാലും ഭൂമിയിൽ തന്നെ ഞാൻ ചവിട്ടി നിൽക്കും കേട്ടാ. പിന്നെ എന്റെ മക്കൾ എനിക്ക് അള്ളാഹു തന്ന കനിഞ്ഞു തന്ന അനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങള് മസ്റൂറ ഫാത്തിമാരുടെ കാര്യം നിങ്ങൾക്ക് എന്തൊരറിയാം, മുഷ്താഖിന്റെ കാര്യം നിങ്ങൾക്ക്, മിച്ചുമോന്റെ മുത്തുമോന്റെ കാര്യം എന്തൊരറിയാം നിങ്ങൾക്ക്. ഈ ബാഡ് പറയണവർക്ക് ആദ്യം സ്വന്തം കുട്ടികളെ കാര്യം, സ്വന്തം അടുക്കളയും കാണിച്ചിട്ട് വീഡിയോ ഇടും. അല്ലാതെ കയറ്റി വെച്ചിട്ട് താഴെ ഇറക്കിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓടിച്ചെന്ന് എത്തി നോക്കിയിട്ട് ആ ലിങ്ക് കൊണ്ടുവന്ന് എന്റെ വീഡിയോയുടെ അടിയിലിടാൻ നിങ്ങളാരുമല്ല എന്റെ ഫോണിൽ നെറ്റ് ചെയ്യുന്നത്. ഈ ദുഷിപ്പിന്റെ സ്ത്രീകളോട് പറയാനുണ്ട്, പെണ്ണുങ്ങൾക്ക് വേറെ വല്ല ജോലി. ഞാനൊരു കാര്യം ചെയ്തത്, ഇസ്ലാം മതം മാത്രം അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവരുടെ ഫോണിൽ എനിക്ക് തോന്നുന്നു ആരോ ഏതോ വീഡിയോയുടെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണെന്ന് തോന്നുന്നു ഇവർ ഈ പറയുന്നത്. പക്ഷേ എന്ന് കരുതിയിട്ട് ഇത്രയൊക്കെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ നെജില? താൻ ആദ്യമൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം ശ്രദ്ധിച്ചത് മറ്റൊരു കാര്യം കേട്ടോ. നെജിലയുടെ നേരത്തെയുള്ള വീഡിയോകളൊക്കെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇവർക്കുള്ള പഴയ വീഡിയോസുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കണേ. പഴയതെന്ന് പറഞ്ഞാൽ ഏറ്റവും പഴയതല്ല, കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വരെയുള്ള വീഡിയോകൾ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു പോയിൻ്റ് പറഞ്ഞു കഴിയുമ്പോൾ അപ്പം തന്നെ അവർ അൽഹംദുലില്ല എന്ന് പറയും. വീണ്ടും ഒരു പോയിൻ്റ് പറയുമ്പോൾ അവർ വീണ്ടും അൽഹംദുലില്ല പറയും. ഇങ്ങനെ ഒരു വീഡിയോയിൽ തന്നെ 1000 വട്ടമല്ല നെജില ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഇത്രയും സമയം, അത്യാവശ്യം സമയദൈർഘ്യമുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു ഇത്. എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ എവിടെയെങ്കിലും നിങ്ങളത് പറയുന്നത് കേട്ടോ? തുടക്കത്തിൽ പറഞ്ഞു, 1-2 വട്ടം പറഞ്ഞു എന്നല്ലാതെ ഈ സമയം വരെ അവരത് പറഞ്ഞില്ല. മറ്റത് ഇവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ സഹോദരൻ ഇന്നത് തന്നു, അൽഹംദുലില്ലാ, പടച്ചവൻ്റെ കൃപയാലെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ, ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ത് വാക്ക് പറഞ്ഞാലും, നല്ല വാക്ക് പറഞ്ഞാലും, സന്തോഷിച്ച് സംസാരിച്ചാലും, സങ്കടപ്പെട്ട് സംസാരിച്ചാലും, ഇനി എന്തൊക്കെ അവർ സംസാരിച്ചാലും അവർ പറയുന്നൊരു വാക്കാണ് അൽഹംദുലില്ലാ.
അപ്പോഴേ ഇത് ഞാൻ പറയുന്നത് കൊണ്ട് എന്നോട് ആർക്കും ഒരു വിരോധവും തോന്നരുത്. നീ ഒരു ഹിന്ദു സ്ത്രീയല്ലേ, നീ എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചോദിക്കരുത്. ഞാൻ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്ത് തന്നെ ആവട്ടെ, ഞാൻ താമസിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിലല്ലേ. ഇവിടെ നമ്മൾ 3 വിഭാഗക്കാരും സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് കുത്തിത്തിരിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ പല ആളുകളായിട്ട് കുത്തിഞ്ഞെരുക്കി കയറ്റുന്നുണ്ട്. അതൊക്കെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ധാർഷ്ട്യമോ അഹങ്കാരമോ മതത്തിൻ്റെ പേരിൽ ഇന്ന് വരെ ഇല്ല, ഇനി എൻ്റെ മരണം വരെ അങ്ങനെ ഉണ്ടാവുകയുമില്ല. എനിക്കൊരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരാളോട് പിന്നെ സൗഹൃദം സ്ഥാപിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് ഞാൻ അവിടെ അങ്ങ് വിട്ടേക്കും. എന്നല്ലാതെ നമ്മൾ മതത്തിൻ്റെ പേരിലൊന്നും മനുഷ്യനെ അളന്ന് കളയുന്ന ഒരു സ്വഭാവം ഇല്ല. അപ്പോൾ എന്തായാലും ഇവർ പറയുന്ന ബാക്കി കാര്യവും കൂടി കേൾക്കാം. ഞാൻ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. ആ മതത്തിലാണ് എൻ്റെ മക്കൾ പഠിക്കുന്നത്, അല്ലാതെ അന്യമതത്തിലെ കുട്ടിയല്ല എൻ്റെ കയ്യിരിക്കുന്നത്. അതാദ്യം അറിഞ്ഞോളണം. ഈ പറയണത് ഒളിച്ചും പത്തും ഇരുന്നിട്ട് കംപ്ലൈന്റും കൊടുത്ത് റീച്ച് ഉണ്ടാക്കിയിട്ട് അത് ശപിച്ച് ഒരാളെ ഇതുവരെ ശപിച്ചിട്ടില്ല. വല്ലാഹി എനിക്ക് എൻ്റെ കാര്യം ഇടുന്നതിൽ പൊരുത്തമില്ല. അത് ഞാൻ ഇപ്പോഴും പരസ്യമായിട്ടും പറയുന്നുണ്ട്. പിന്നെ മസറൂറ ഫാത്തിമ അല്ല, ഒളി നെജില ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കേസ് കൊണ്ട് ഓടി വരണം. കേസിന്റെ ബാക്കിൽ നിന്ന് പൈസ ഇറക്കണം നിങ്ങളായിരിക്കണം. ഞാൻ സംസാരിക്കും, കേട്ടല്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും. മക്കളെ കുറച്ചിട്ട് നാണമില്ലേ, പുച്ഛം. ഇവരുടെ മക്കളെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞു എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഒന്നുകൂടി ഈ ഒരു ഭാഗം ഒന്ന് കേൾക്കട്ടെ. പിന്നെ മസറൂറ ഫാത്തിമ അല്ല, ഒളി നെജില മാത്രം ഞാൻ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. ആ മതത്തിലാണ് എൻ്റെ മക്കൾ പഠിക്കുന്നത്, അല്ലാതെ അന്യമതത്തിലെ കുട്ടിയല്ല എൻ്റെ കയ്യിരിക്കുന്നത്. അതാദ്യം അറിഞ്ഞോളണം. ഈ പറയണത് ഒളിച്ചും പത്തും ഇരുന്നിട്ട് കംപ്ലൈന്റും കൊടുത്ത് റീച്ച് ഉണ്ടാക്കിയിട്ട് അത് ശപിച്ച് ഒരാളെ ഇതുവരെ ശപിച്ചിട്ടില്ല. വല്ലാഹി എനിക്ക് എൻ്റെ കാര്യം ഇടുന്നതിൽ പൊരുത്തമില്ല. അത് ഞാൻ ഇപ്പോഴും പരസ്യമായിട്ടും പറയുന്നുണ്ട്. പിന്നെ മസറൂറ ഫാത്തിമ അല്ല, ഒളി നെജില ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കേസ് കൊണ്ട് ഓടി വരണം. കേസിന്റെ ബാക്കിൽ നിന്ന് പൈസ ഇറക്കണം നിങ്ങളായിരിക്കണം. ഞാൻ സംസാരിക്കും, കേട്ടല്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും. മക്കളെ കുറച്ചിട്ട് നാണമില്ലേ, പുച്ഛം. തൻ്റെ മക്കളെ കുറിച്ചിട്ട് ആര് എന്ത് പറഞ്ഞെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ തന്നെ മക്കളെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നെജിലയുടെ പഴയതുപോലൊന്നും അല്ല. നെജിലയുടെ സംസാരത്തിലൊക്കെ കുറേയേറെ മാറ്റങ്ങളുണ്ട്. എന്നാൽ ചോദിക്കും അവർക്ക് എന്താ മാറണ്ടേന്ന് ചോദിക്കും. മാറാം. മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടിയുടെ തന്നെ ഒരു ആവശ്യമാണല്ലോ, അല്ലേ? പക്ഷേ എന്ന് കരുതി ഇത്ര പെട്ടെന്നങ്ങ് മാറുക എന്ന് വെച്ചാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇവരുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ എന്താണ്, ഞാൻ പിന്നെ വീട്ടിൻ്റെ അടിസ്ഥാനം തോണ്ടി എടുത്തുകൊണ്ട് പോകും, വീട്ടിന് ആയിട്ട് പൈസ തന്നയച്ചവർക്ക് അത് തിരികെ തരാം എന്നൊക്കെയുള്ള ചില വാക്കുകളുണ്ടല്ലോ. പിന്നീട് യൂട്യൂബേഴ്സിനെ മൊത്തവും അവജ്ഞയോടുകൂടിയാണ് ഇപ്പോൾ പുള്ളിക്കാരത്തി സംസാരിക്കുന്നത്. ഈ പറയും പോലെ ഷാജിയുടെ ഉള്ള ആ ഒരു കലിപ്പിൽ അവരുമായിട്ട് യുദ്ധവും ചെയ്തിട്ട് ഇവർ നിലയും വിളിച്ച് പറ്റും വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമ്മളൊക്കെ നന്നായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ഇവർക്ക് യൂട്യൂബേഴ്സ് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അന്നൊന്നും യൂട്യൂബേഴ്സിന് എല്ലില്ലാത്ത നാക്കാണെന്ന് പറഞ്ഞില്ല. എല്ലാവരും ആ ഒരു സമയത്ത് കൂട്ടത്തോടു കൂടി ഷാജിദയ്ക്ക് എതിരെ തിരിഞ്ഞായിരുന്നു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോഴൊന്നും ഇവർക്ക് ഒരു വേദനയും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ പല മനുഷ്യരെയും നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല മനുഷ്യരുടെ ക്യാരക്ടർ. അതിനാണ് പണ്ട് ഒരു കവിത, ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, ഒരു നിമിഷം തരൂ നിന്നിലലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ. ഇതൊക്കെ വെച്ചിട്ടായിരിക്കും കവി നേരത്തെ കൂട്ടി എല്ലാം എഴുതി സെറ്റാക്കി വെച്ചത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. പിന്നീട് നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ് ചെയ്യാതെ ഉറക്കം തൂങ്ങിപ്പിടിച്ച് ഇങ്ങനെ എന്നെപ്പോലെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇന്ന് 9 മണിക്ക് ലൈവ് ഉണ്ടായിരിക്കും. എല്ലാ സഹോദരങ്ങളും ലൈവിലേക്ക് പോരുക. ഇത്രയും കാര്യങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ.